ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള വെനസ്വലയിൽ ഇന്ത്യ നിർണായകമായി ചുവടുവയ്ക്കാൻ ഒരുങ്ങുന്നു. വെനസ്വലയുടെ പുതിയ പെട്രോളിയം നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളുടെ നടത്തിപ്പ് അവകാശം ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ പര്യവേക്ഷണ കമ്പനിയായിട്ടുള്ള ONGC ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്കാർ ഏറെ സന്തോഷിക്കേണ്ടത്. നിലവിൽ വെനസ്വലയിലെ സാൻ ക്രിസ്റ്റോബൽ എണ്ണപ്പാടത്തിൽ ONGC 40% ഓഹരി നിക്ഷേപമുണ്ട്. ഇതുകൂടാതെ കാരാബോബോ 1 പദ്ധതിയിലും ഇന്ത്യൻ കമ്പനികൾക്ക് പങ്കാളിത്തമുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളും നിയമപരമായ നിയന്ത്രണങ്ങളും കാരണം വർഷങ്ങളായി പരിമിതമായിരുന്ന പ്രവർത്തനങ്ങൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വീണ്ടും സജീവമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം അനുസരിച്ച് വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാനാണ് വെനസ്വല തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സമാന ഭൂപ്രകൃതിയിലുള്ള എണ്ണപ്പാടങ്ങളിൽ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്ത് ONGCക്ക് ഈ പദ്ധതികളിൽ വലിയ മുൻതൂക്കം നൽകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. വെനസ്വലൻ സർക്കാർ എണ്ണ കമ്പനിയായിട്ടുള്ള PDVSAയിൽ നിന്നും ചില പദ്ധതികളുടെ നടത്തിപ്പ് ONGC ഏറ്റെടുക്കാനുള്ള സാധ്യത ഒരു ഭാഗത്ത് ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇന്ത്യയുടെ വിദേശ ഊർജ്ജ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകാനും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം റഷ്യയിലെ സാഖ്ലിൻ 1 എന്ന പദ്ധതിയിലും ONGCക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 20% ഓഹരി വീണ്ടും സജീവമായതോടെ ഈ പദ്ധതിയിൽ നിന്നുള്ള ത്രൈമാസ വരുമാനം ഏകദേശം ഇരട്ടിയായി ഉയർന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 90% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെനസ്വലയിലെയും റഷ്യയിലെയും ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായക കരുത്താകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വിദേശ എണ്ണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പുകൾ ഒന്നായി ഈ നീക്കത്തെ നമുക്ക് നോക്കിക്കാണാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.